താങ്ക് യു മാം. യെസ് കിഷോർ, വാട്ട് ഈസ് യുവർ പ്ലാൻ ഓഫ് ആക്ഷൻ? പ്രൈം സസ്പെക്ട് ഒരു ബൽവീന്ദ്രൻ മാം. അവൻ അബ്സ്കോണ്ടിങ് ആണ്. Within 48 hours, I want a breakthrough. ഷുവർ മാം. മിസ്റ്റർ സുകുമാരപിള്ളയ്ക്ക് ഈ കേസുമായിട്ട് ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ട്. ഹി വിൽ അസിസ്റ്റ് യു. ഓക്കെ മാം. സാർ, ആ, അവൻ അന്ന് തന്നെ ഫോൺ സ്വിച്ച് ഓഫാക്കി മുങ്ങിയതാ സാർ. അവൻ്റെ ഫോട്ടോ വല്ലതും കിട്ടിയായിരുന്നു പിള്ളേച്ച? ഞങ്ങൾ മുഴുവൻ തപ്പി, അവൻ എല്ലാം എടുത്തോണ്ടാ. ഓക്കെ. ഏത് സർവീസ് പ്രൊവൈഡറിൻ്റെ സിമ്മ അവൻ ഉപയോഗിച്ചിരുന്നത്? അത് സർ, കണക്ഷൻ അവൻ്റെ പേരിൽ തന്നെയാണ് സാർ. CIF-ഉം ID പ്രൂഫും അതിലുണ്ട്. ഇതെന്നെടുത്ത സിമ്മാ സാർ? ഇത് 2016. മോനെന്ന് എപ്പോഴാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയത്? രാവിലെ എന്ന് അമ്മച്ചി പറഞ്ഞത്. ഞാനിവിടെ ഇല്ലായിരുന്നു. പിന്നെ അവൻ്റെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിരുന്ന അമ്മച്ചി തന്നെ. എനിക്ക് ശരി സർ, ആ, മോൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നായിരുന്നു. ആ കിട്ടിയായിരുന്നു. മോനെ മാത്രമാണ് ശ്വാസം മുട്ടിച്ച്. എന്നാ ശരി. ശരി സാർ. ഈ സീൻ ഓഫ് ക്രൈമിൽ എന്നെ ആകർഷിച്ചത് ഇതാണ്. ഉയരം കൂടുന്തോറും വീഴുന്ന ഓരോ ഡ്രോപ്പിനു ചുറ്റും ഇതുപോലത്തെ റെയിലൈറ്റ് പാറ്റേൺസ് കാണാം. ഈ ഡ്രോപ്പുകൾ ഒരു 60-70 സെൻറ്റിമീറ്റർ ഉയരത്തിൽ നിന്നാണ് വീണിരിക്കുന്നത്. അത് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു സാധാരണ മനുഷ്യൻ്റെ കൈപ്പത്തിയിൽ നിന്ന് തറയിലേക്കുള്ള ദൂരം. ഇതും ക്രൈമുമായിട്ടുള്ള ബന്ധം? ചിലപ്പോഴൊക്കെ ക്രൈമിൻ്റെ ഇടയ്ക്ക് ആയുധം വഴുതി കുറ്റവാളിയുടെ കൈക്ക് തന്നെ മുറിവ് പറ്റാം. ദാറ്റ് മീൻസ് ഇവിടെ പ്രതിയുടെ കൈക്ക് മുറിവേറ്റിട്ടുണ്ട് അല്ലേ മാം? യെസ് കിഷോർ, ദാറ്റ് ഇസ് എ പോസിബിലിറ്റി. അത് അയാളുടെ വലത് കൈയിലായിരുന്നു സർ സ്റ്റിച്ച് ഇട്ടത്. നല്ല ആഴത്തിലുള്ള മുറിവുണ്ടായിരുന്നു. പിന്നീട് നിങ്ങൾ അയാളെ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്? അതെ സർ, ഞാൻ അന്ന് ഡ്യൂട്ടി ഡോക്ടറിൻ്റെ കൂടെ റൗണ്ട്സിന് പോയി തിരിച്ചു വന്നപ്പോഴേക്കും അയാൾ മിസ്സിംഗ് ആയിരുന്നു. ഇയാളാണെന്ന് ഉറപ്പാണോ? അതെ സർ. ഒന്നിറന്ന് പ്ലേ ചെയ്തേ. ഒന്ന് പോസ് ചെയ്തേ. റിവൈൻഡ്. പോസ്. സൂം ചെയ്തേ. സർ, ഇവനെ നിനക്കറിയോ? ഇത് സ്റ്റീഫൻ, എൻ്റെ പെണ്ണുമ്പിള വീടിൻ്റെ അടുത്ത സാറേ. അതെ ഒരു കിലോ തന്നേരെ. അയ്യോ സാറേ, എന്നടാ ശിവ, കയ്യിൽ മുറി ഉണങ്ങിയില്ലേ? തുന്നലെടുത്തില്ല സാറേ. എന്നാ വാ നമുക്ക് പോവാം. സാറേ, പിള്ളേർക്കൊരു ഇച്ചിരി ഇറച്ചി മേടിച്ചു കൊടുത്തിട്ട്. എടാ ബെൻസറേ, അന്ന് 5 കൂടി ഇറച്ചി ഇച്ചിരി കൂടുതലുണ്ട് ചോദിച്ചേ.
ഓ എൻ്റെ പിള്ളേർക്ക് കുരുമുളക് എടുത്ത് കൊടുക്കുക, നല്ല പിള്ളേർക്ക് ഇഷ്ടം. എന്നാൽ തന്നെ കൊടുക്കുക. എന്നാ ചാച്ചൻ പോയിച്ചും വാ. കൈ താങ്ങി. ആ കൈയല്ല വേന സാറേ. വണ്ടിയില്ല സാറേ. ബൽവീന്ദ്ര എന്തോ ബൽവീന്ദ്രൻ ഞാൻ ഒരുമിച്ച് പെയിൻറ്റിൻ്റെ പണിക്ക് പോയിട്ടുണ്ട് സാറേ. നിനക്കപ്പോൾ എന്നതാ പണി? ഇപ്പം ചെത്ത് എന്നതാ? കള്ളി എത്തുന്ന പരിപാടിയില്ലേ. ഇതാരോടെ പ്ലാൻ ചെയ്ത്? അവനാ സാറേ. മൂട്ടിക്കാന്ന് പറഞ്ഞ കൂടെ കൂട്ടിയെ കൊല്ലണമെന്ന് വിചാരിച്ച് ചെയ്തതല്ല, കയ്യിൽ നിന്ന് പോയപ്പോൾ അങ്ങനെ പറ്റിപ്പോയാ സാറേ. എന്നിട്ട് അവനിപ്പോൾ എവിടെ ഉണ്ടാ? അവനവൻ്റെ വീതം കൊണ്ട് പോയി സാറേ. അവനെ കിട്ടിയായിരുന്നു സാറേ. സോറി പീറ്റർ, എങ്ങനെ പറയണ്ടെന്നറിയില്ല. പിന്നെ അന്നത്തെ മോൻ്റെ സ്കൂളിലെ ആ ഇഷ്യൂ ഞങ്ങൾക്ക് പറ്റിയൊരു തെറ്റാണ്. 12th പഠിക്കുന്ന 2 ബോയ്സ് ആയിരുന്നു അതിൻ്റെ പിന്നിൽ. സെബിൻ്റെ ബാഗിൽ ഹാൻഡ് സെക്കിനെ ഞങ്ങൾ കണ്ടതാ. അവരെ പേടിച്ചിട്ട് അങ്ങളെ ഞങ്ങളൊന്നും പറയാതിരുന്നേ. സാറേ അകത്തോട്ടിരിക്കാം. വേണ്ട. ചായ എടുക്കാം. വേണ്ട. ആ ബംഗാളിയുടെ വല്ല വിവരവും? അവൻ ഇതുവരെ വീട്ടിൽ കയറിയിട്ടില്ല സാർ. നമ്മുടെ ഒരു ടീം മുസാഫിർ നഗറിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. സാറ് അമ്മച്ചിക്കിപ്പോ? ആ അങ്ങനെ പോകുന്നു. വിഷമമുണ്ട്, പക്ഷെ അത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. അമ്മച്ചിയുടെ പെറ്റായിരുന്നില്ലേ അവൻ. മേരി പോയതിൻ്റെ ഒരു കുറവും അമ്മച്ചി ഞങ്ങളെ അറിയിച്ചിട്ടില്ല. നല്ല വിഷമമുണ്ട്. എനിക്കന്ന് വീട്ടിലേക്ക് വരണമെന്നുണ്ടായിരുന്നു പീറ്റർ. പക്ഷേ പെട്ടെന്ന് IG ഒരു കോൺഫറൻസ് വന്നു, അതാ വരാൻ പറ്റാതിരുന്നത്. ആ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ എന്നെ കൂടെ ഉൾപ്പെടുത്താൻ പറ്റുമോ? പീറ്റർ അവരത് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് പീറ്റർ. അല്ല, അവർ വിശ്വാസമില്ലാഞ്ഞിട്ടല്ല. അതിന് പ്രാക്ടിക്കലായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. വേറൊന്നുമല്ല മാഡം, എൻ്റെ ഒരു മനസ്സമാധാനത്തിന്. ഐ ആം സോറി പീറ്റർ, എനിക്ക് അർജൻറ്റായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്. സാറേ